BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി കെ ശൈലജ. ടേം വ്യവസ്ഥകൾ, സ്ഥാനാർത്ഥികൾ എന്നിവ സംബന്ധിച്ച ചർച്ച CPM തുടങ്ങിയിട്ടില്ല എന്ന് കെ ശൈലജ പറഞ്ഞു. മുഖ്യമന്ത്രി ആരാകണമെന്ന് സംബന്ധിച്ച ചർച്ചകളിൽ കാര്യമില്ല. തന്റെ പേര് മാത്രമല്ല പലരുടെയും പേരുകൾ പറയുന്നുണ്ട്. അത് ആർക്ക് വേണമെങ്കിലും പ്രചരിപ്പിക്കാമല്ലോ എന്നും കെ ശൈലജ പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കെ ശൈലജ. ആധുനികമായി കേരളത്തെ വളർത്തിയെടുക്കുന്നതിന് ഈ മുഖ്യമന്ത്രി വളരെ സമൃദ്ധമായി നേതൃത്വം നൽകി. ചർച്ചയിൽ അതുമാകാമല്ലോ. വ്യക്തിപരമായി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാറില്ല. മറ്റു ചില പാർട്ടികളിൽ അത് കാണാറുണ്ട്. മൂന്നാം തവണയും LDF വരും. സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്ന നയമാണ് കേന്ദ്രം സ്വീകരിച്ചത്. UDF എന്തടിസ്ഥാനത്തിലാണ് 100 സീറ്റ് എന്ന് പറയുന്നത്? എന്താണ് അവർക്ക് പ്രചരിപ്പിക്കാനുള്ളത്? 140 കിട്ടുമെന്ന് പറയാമല്ലോ. കേന്ദ്രം സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കിയപ്പോൾ UDF ഒന്നും ചെയ്തില്ല, ഒരക്ഷരം പറഞ്ഞില്ല. UDFന്റെ ലക്ഷ്യം ഇടതുപക്ഷത്തെ ഇല്ലാതെയാക്കുക എന്നതാണ്. ഇത്തവണ അധികാരത്തിൽ വന്നിട്ട് എന്താണ് ചെയ്യുക? വർഗീയ ശക്തികളുമായി കൂട്ടുപിടിക്കുകയാണ്. ഞങ്ങൾ അതിന് എതിരാണെന്നും ശൈലജ പറഞ്ഞു. മുസ്ലിം പ്രീണനം, ക്രിസ്ത്യൻ പ്രീണനം എന്ന് പറഞ്ഞ് നുണ പ്രചരിപ്പിച്ച് ആളുകളെ ഞങ്ങളിൽ നിന്നും അകറ്റുകയാണ്. മതന്യൂനപക്ഷത്തെ രാജ്യം സംരക്ഷിക്കേണ്ടതാണ്. വർഗീയത ന്യൂനപക്ഷത്തിന് എതിരാണ്. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്തെല്ലാം നുണയാണ് നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത്? PP കിറ്റ് അഴിമതി എന്ന് പറഞ്ഞ് തനിക്കെതിരെ പ്രചരിപ്പിച്ചില്ലോ എന്നും കെ ശൈലജ പറഞ്ഞു. ഈ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിനുണ്ടായിട്ടുള്ള വലിയ മാറ്റമുണ്ട്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യയുടെ ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മുടെ ഫെഡറൽ ഘടനയനുസരിച്ച് നമ്മുടെ നികുതി പണം എല്ലാം കേന്ദ്രത്തിലേക്കാണ് പോകുന്നത്. ടാക്സ് ഷെയർ ആണ് നമുക്ക് കിട്ടുന്നത്. ആ ടാക്സ് ഷെയറും സംസ്ഥാനത്തിന് കിട്ടേണ്ടുന്ന പദ്ധതി വിഹിതവും കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ ഒരു 50% ടാക്സ് ഷെയർ തിരിച്ചു തന്നാൽ ഞങ്ങൾ ഈ പ്ലാൻ ചെയ്തിട്ടുള്ള മിഷനുകളെല്ലാം വളരെ ഭംഗിയായിട്ട് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എന്നാൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സമീപനമല്ല കാണുന്നത്. ഫെഡറൽ ജനാധിപത്യം ഫിസ്ക്കൽ ഡെമോക്രസി കൂടിയാണ്. ധനപരമായിട്ടുള്ള ജനാധിപത്യം വേണം. അത് ഇല്ല. സംസ്ഥാനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന നയമാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. പക്ഷെ അതിനെല്ലാം ഇടയിലും മനുഷ്യരുടെ എല്ലാവരുടെയും ജീവിതം സന്തോഷഭരിതമാകണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഒരുപാട് മിഷനുകൾ ഈ 10 വർഷക്കാലത്തിനിടയിൽ പ്രഖ്യാപിച്ചതും വലിയ മാറ്റം ജനജീവിതത്തിൽ ഉണ്ടാകുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്തതും സാമൂഹ്യക്ഷേമ നടപടികൾ നടപ്പിലാക്കിയതും. അതിന്റെ ഗുണഫലം ഒരുപാട് കുടുംബങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോ അത് തുടരുന്നതിനും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ സുസ്ഥിര വികസനത്തിന്, കേരളത്തിന്റെ വൻകിട വികസനത്തിന്, ടെക്നോളജിക്കൽ ആയിട്ട് വലിയ ആധുനിക കേരളമായി കേരളത്തിലെ മാറ്റുന്നതിന് വേണ്ടി നടത്തിയ വലിയ പ്രവർത്തനങ്ങളുമുണ്ട്. വിഴിഞ്ഞ പോർട്ട് യാഥാർത്ഥ്യമാക്കിയതടക്കം അതിന്റെ എല്ലാം ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ കേരളത്തിന്റെ ഈ പ്രകടമായ മാറ്റം താരതമ്യം ചെയ്താൽ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ മനുഷ്യ വികസന ശേഷിയിൽ മുന്നോട്ട് വന്നിട്ടുള്ള ഈ മാറ്റം ജനങ്ങൾ ഉൾക്കൊള്ളും. ഈ പദ്ധതികളെല്ലാം തുടരാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വീണ്ടും തെരഞ്ഞെടുക്കുമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ടും വിശ്വസിക്കുന്നു. നമ്മൾ ഇലക്ഷൻ സംബന്ധിച്ചിട്ടുള്ള അത്തരം കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഇപ്പം LDFന്റെ, അതുപോലെ ഞാനിപ്പോൾ LDFിൽപ്പെട്ട CPMന്റെ പ്രവർത്തകയാണ്. ഞങ്ങളുടെ കമ്മിറ്റി ഇപ്പോൾ ഇലക്ഷന് വേണ്ടിയുള്ള കമ്മിറ്റികളും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കി ഒരുങ്ങുന്നതേ ഉള്ളൂ. സ്ഥാനാർത്ഥി നിർണയവും അതുപോലെ ഇലക്ഷന് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള അത്തരം കാര്യങ്ങളുമെല്ലാം വീണ്ടും ചർച്ച ചെയ്യേണ്ടതായിട്ടാണുള്ളത്. ഇപ്പോൾ അങ്ങനെ ടേം വ്യവസ്ഥയോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ കുറിച്ചോ ഒന്നും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അതധികം വൈകാതെ ഉണ്ടാകും. എന്തായാലും ഇലക്ഷന്റെ തൊട്ട് മുമ്പ് നോമിനേഷൻ കൊടുക്കണമല്ലോ കൃത്യസമയത്തിന്. അതിനൊക്കെ മുമ്പ് അത്തരം കാര്യങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കും. മാധ്യമങ്ങൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കി എഴുതുകയാണ്. അങ്ങനെ ആർക്കാ പറയാൻ സാധിക്കുക? അപ്പോൾ ഇതൊന്നും നേരത്തെ കൂട്ടി തീരുമാനിക്കുന്ന ഒരു കാര്യമല്ല. ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആധുനികമായിട്ട് ഈ കേരളത്തെ വളർത്തിയെടുക്കുന്നതിന് വളരെ സമർത്ഥമായി നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ചർച്ചയിൽ അതും ആവാലോ. ഇത്രയും നല്ല രീതിയിൽ ഭരിച്ചിട്ടുള്ള ഈ ഭരണവും നേതൃത്വവും തുടരണം എന്നും മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്താലോ. ബാക്കിയെല്ലാം എന്നെ മാത്രമായിരിക്കില്ല, ഒരുപാട് ആളുകളുടെ പേരൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചർച്ചകളെല്ലാം ഇലക്ഷന് സ്ഥാനാർത്ഥി നിർണയവും ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിസഭ രൂപീകരിക്കുന്നതോടുകൂടി ആ ചർച്ച തീരും. അത് ഞങ്ങൾ ഒരിക്കലും വ്യക്തിപരമായിട്ട് അങ്ങനെ തീരുമാനിക്കാറില്ല. അതെല്ലാം മറ്റു ചില പാർട്ടികളിൽ കാണാറുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെ നേരത്തെ ഇന്നയാളാണ് സ്ഥാനാർത്ഥി എന്നൊന്നും പറയാറില്ല. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾക്കേ പ്രസക്തിയില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് അവരത് പറയുന്നതെന്നറിയില്ല. എന്താണ് അവരുടെ കയ്യിൽ ഈ 100 സീറ്റ് കിട്ടാൻ മാത്രം പ്രചരിപ്പിക്കാനുള്ളത്? അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ ഒരു സംസ്ഥാന ഗവൺമെന്റിനെ ദ്രോഹിക്കുമ്പോൾ ഒരക്ഷരം കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് അവർ സംസാരിച്ചു ഇന്ന് വരെയില്ല. ഇപ്പോ NREG
അന്ന് ഞങ്ങൾ ഒന്നാം UPA ഗവൺമെന്റിന് പിന്തുണ കൊടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിന്റെ. അത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ഈ നമ്മുടെ സീതാറാം യെച്ചൂരിയുടെ അനുശോചന യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഇടതുപക്ഷം നന്നായിട്ട് അതിനു വേണ്ടിയിട്ട് ഇടപെട്ടു സീതാറാം യെച്ചൂരി എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ അത് പറഞ്ഞ് മേനി നടിക്കാനല്ല, പക്ഷേ ഞങ്ങളൊരു ഇടതുപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ ഇന്ത്യയിൽ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനാവശ്യമായിട്ട് ചെറിയ വേതനം, അങ്ങനെ മാത്രമേ പട്ടിണി മാറ്റാൻ കഴിയൂ എന്ന് പറഞ്ഞിട്ടുള്ളവരാണ്. അത് അംഗീകരിച്ചു. പക്ഷേ അത് ഒരിക്കലും തൃപ്തികരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസും തയ്യാറായില്ല. ഇപ്പൊ BJP ഗവൺമെന്റ് വന്നപ്പോൾ അതിന്റെ കഥ കഴിക്കുകയാണ്. VBG റാംജി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരിക NREGയെ. മഹാത്മാഗാന്ധിയുടെ പേരെടുത്ത് മാറ്റിയിരിക്കുകയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്. മഹാത്മജിയുടെ പേര് കേൾക്കുന്നത് അവർക്ക് കലിയാണ്. അത് ഒരു വർഗീയ അജണ്ടയുടെ ഭാഗമായിട്ട് ഉള്ള ഒരു സമീപനമായിട്ടാണ് നമ്മൾ കരുതുന്നത്. മാത്രമല്ല, ഇനി NREG പദ്ധതിയിൽ 60-40 അനുവാദമാക്കിയാൽ പെട്ടെന്ന് കേൾക്കുമ്പോൾ തോന്നും എന്താ സംസ്ഥാന ഗവൺമെന്റിന് കൊടുത്തൂടെയെന്ന്. ഈ 30% ടാക്സ് ഷെയർ കിട്ടുന്നതിൽ നിന്നാണോ സ്റ്റേറ്റ് കേന്ദ്ര ആവിഷ്കൃത പദ്ധതി എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റിനെ കൊണ്ട് വലിയ തുക മുടക്കിച്ചിട്ട് ചെയ്യിക്കുമ്പോൾ സ്റ്റേറ്റ് അനുഭവിക്കുന്ന ഈ പ്രയാസത്തിനിടയിൽ എങ്ങനെയാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവുക? അതിനെ പൊളിക്കാൻ എന്തൊക്കെ നിബന്ധനയാണ് വെച്ചത്? പുതിയ തരത്തിലുള്ള മസ്റ്ററിങ്ങും അതുപോലെ തന്നെ പുതിയ തരത്തിൽ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക, ഇതെല്ലാം അശാസ്ത്രീയമായിട്ടുള്ള കാര്യമാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ. അപ്പോൾ അതിനെ പൊളിക്കുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനം. എന്നിട്ട് UDFകാർ അതിനെതിരെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അവർക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ UDFന്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ഇല്ലാതാക്കുക. 10 വർഷമായിട്ട് അധികാരത്തിന് വെളിയിലിരുന്നതുകൊണ്ട് അവർക്ക് ആകെ ഒരു അസ്ക്യതയുണ്ട്. അതുകൊണ്ട് ഇത്തവണ അധികാരത്തിൽ വരിക, അധികാരത്തിൽ വന്നിട്ട് എന്ത് ചെയ്യുമെന്നുള്ളതാണ്. നേരത്തെ അധികാരത്തിലിരുന്നപ്പോൾ അവർ ചെയ്തതാണോ, 10 വർഷം അധികാരത്തിലുള്ളപ്പോൾ ഇടതുപക്ഷം ചെയ്തതാണോ ഈ കേരളത്തിന് ഗുണമുണ്ടായിട്ടുള്ള കാര്യം? ഇത് ജനങ്ങൾ വിവേചന ബുദ്ധിയോടെ പരിശോധിക്കേണ്ട കാര്യമാണ്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.